അഫ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കോഴീനെ പോറ്റുന്നവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവർക്കൊക്കെ അറിയുന്നതായിരിക്കും ഇത്. ചിലവർക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയാത്തവരുണ്ടാവും. പിന്നെ പുതുതായി കോഴീനെ വാങ്ങി വളർത്താൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ നാടൻ കോഴീനെ വളർത്തണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും. അധികം പേർക്കും ഈ നാടൻ കോഴീനെ വളർത്തണം എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. എന്താണെന്ന് വിചാരിച്ചാൽ അവർക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. പിന്നെ ആണെങ്കിൽ ഫുഡ് അധികം മറ്റേ കോഴീൻ്റെ അത്ര ഫുഡ് വേണ്ട. പിന്നെ അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ പിന്നെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വിരിക്കണമെങ്കിലൊക്കെ നമുക്ക് ഈ നാടൻ കോഴീനെ തന്നെ വേണമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ നമ്മൾ പുതുതായിട്ട് വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാടൻ കോഴീനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അടയാളം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചെറിയ അടയാളമല്ല, വലിയ അടയാളം തന്നെയാണ് ഇത്. ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇവരെ കാലുണ്ടല്ലോ, ഇവരെ കാല് നോക്കി കുഞ്ഞുങ്ങളും തന്നെ മനസ്സിലാവും. ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത് മുതൽ മനസ്സിലാവും, കുഞ്ഞ് വിരിഞ്ഞത് മുതലും. പിന്നെ ആണെങ്കിൽ നമുക്ക് വലിയ കോഴിയിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ കാല് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കളറ് അനുസരിച്ച് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ കരിങ്കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 2 കരിങ്കോഴിൻ്റെ കുഞ്ഞുണ്ട്. അപ്പോൾ ഓരിപ്പോൾ എന്തായാലും നാടൻ കോഴി തന്നെയാണല്ലോ. അപ്പോൾ ഓരോ കാലും കറുത്ത് ഇരിക്കുമോ, അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവില്ല. അല്ലാത്ത കോഴീൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത കോഴീൻ്റെ കാല് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിലാണ്. നമ്മൾ നാടൻ കോഴി അല്ലാത്ത കോഴിയാണെന്നുണ്ടെങ്കിൽ ഓരോ കാല് നല്ല വൈറ്റ് കളറായിരിക്കും. അപ്പോൾ പിന്നെ നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഓരോ കാലിൻ്റെ കളറ് ബ്ലാക്കും അല്ല, ഒരു വൈറ്റും അല്ലാത്ത രീതിയിലുള്ള 2-3 സൈസിലുണ്ട്. മറ്റേ കോഴീൻ്റെത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മറ്റേ കോഴി നമുക്ക് എന്തായാലും വൈറ്റ് കളറിൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ ഇവരെ കാല്, ഈ നാടൻ കോഴീൻ്റെ കാല് ഒരു പച്ച കൂടി കലർന്നൊരു കളറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ കുഞ്ഞുങ്ങളാണ്. ഇത് ഇവരത് അങ്ങനെ പിന്നെ എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇതൊക്കെ ശരിക്ക് തനി നാടൻ തന്നെയാണ്. അപ്പോൾ ഇവരിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. മറ്റോടത് പിന്നെ ഒരു പച്ച കളറിൽ ഒരു എന്താ പറയുക, ഒരു ഓവർ പച്ച കളറല്ലാണ്ട് തന്നെ ഒരു പച്ച പോലെ തോന്നിക്കുന്ന ഒരു രീതിയിലുള്ള കളറാണ്. അത് ആണെങ്കിൽ അത് നാടൻ കോഴിയാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഈ വലിയ കോഴീൻ്റെ കാല്, ഇത് നാടൻ കോഴിയല്ല കേട്ടോ. ഈ കളറാണ് ഞാൻ പറഞ്ഞത്, ഇതും നാടൻ കോഴിയല്ല. ഇവരെ കാല് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടെ കണ്ടിട്ടാണ്. ഇതൊന്നും നാടൻ കോഴിയല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിയാണ്. പക്ഷേ ഇതാ ഈ കോഴീൻ്റെ കാലുകൾ കണ്ടോ, ഈ കോഴീൻ്റെ കാലിൻ്റെ ഒരു കളർ ചേഞ്ച്, ഒരു പച്ച കൂടി കലർന്നൊരു കളർ ഉണ്ടില്ലേ, ഇതാ ഇത് നാടൻ കോഴിയാണ് കേട്ടോ. പക്ഷേ ഇതും ഇതിനാ ഒരുമിച്ച് വിരിപ്പിച്ചതാണ്. പക്ഷേ മറ്റേത് നാടൻ കോഴിയല്ല. ഇതിൻ്റെ കാലുകൾ കണ്ടില്ലേ, ഒരു പച്ച കൂടി കലർന്നൊരു കളർ പോലെ, വൈറ്റ് അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നാടൻ കോഴിയാണ് കേട്ടോ. ഇത് അടയിരിക്കുന്ന കോഴിയാണ്, നാടൻ കോഴിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ വിരിപ്പിച്ചതിലുള്ള 2 കോഴിയിലൊന്ന് നാടനെല്ലാം തോന്നുന്നുണ്ട് പറഞ്ഞല്ലോ. പക്ഷെ ഇത് നാടൻ കോഴി തന്നെയാണ്. ഇത് ബ്രീഡിങ്ങിൽ വരുന്നൊരു വ്യത്യാസമാണ് കേട്ടോ. ഇത് മറ്റേ കോഴീൻ്റെ ബ്രീഡ് വരുന്നതിനുണ്ട് ഇത് പൂവനാണ്. പക്ഷേ നാടൻ കോഴിയാണ്. ഞാൻ നാടൻ മുട്ട വിരിപ്പിച്ചതാണ്. പക്ഷേ ഇവരത് വേറൊരു കളറിൽ, വൈറ്റ്, അങ്ങനെ വൈറ്റ് അല്ലാണ്ട് വേറൊരു ഇതിൽ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അത് നാടൻ കോഴീൻ്റെ ബ്രീഡിങ് അല്ലാണ്ട് വരുന്നതാണ് കേട്ടോ. മറ്റേ കോഴീൻ്റെ ബ്രീഡിങ് കൂടി വരുന്നതാണ്. അപ്പോൾ പിന്നെ ഈ കോഴീൻ്റെ ഇതൊക്കെ നാടൻ കോഴിയിൽ പെട്ടതാണ് കേട്ടോ. ഇതൊക്കെ ഒരു പച്ച കൂടി കലർന്നൊരു കളറാണ്. പിന്നെ ഇവരെ മൂപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇവരെ ഏജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വലിയൊരു ഘടകമാണ് ഇതാ. ഈ പൂങ്കോഴിൻ്റെ കാലിൻ്റെ മുകളിലേക്കായിട്ടൊരു വലിയൊരു വിരൽ നിങ്ങൾ കണ്ടില്ലേ, ആ വിരൽ വളർന്ന് വരുന്നവർക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ വിരലിന് നല്ല വലുപ്പം കൂടി വരും. അത് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെയാണ് അത് രൂപപ്പെടാൻ തന്നെ തുടങ്ങുന്നത്. പിന്നെ അത് ഏജ് ഇവർക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ നീളം നല്ലോണം കൂടും. നല്ല ഏജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വളഞ്ഞ് വരാൻ തുടങ്ങും. ഇവന് കുറച്ച് ഏജ് ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഏകദേശം വളഞ്ഞ് വരാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇവർക്ക് എത്രത്തോളം പ്രായം കൂടുന്നോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ വളർച്ചയും കൂടും. ഇത് വളർന്ന് ലാസ്റ്റ് ഇതിങ്ങനെ വളഞ്ഞ് വരാൻ തുടങ്ങും കേട്ടോ. ഇവൻ്റെത് ഏകദേശം ഇതാ വളഞ്ഞ് വരാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ മൂത്ത കോഴിയാണ്. ഇവൻ്റെ ആ ഏജിലുള്ള കോഴികളൊക്കെ ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രക്കും ഇവനെ ഏകദേശം ഒരു 4 വർഷമൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് മൂപ്പ് മനസ്സിലാക്കാം കേട്ടോ. നമ്മൾ അറക്കാൻ വാങ്ങാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏജ് മനസ്സിലാക്കാം. അതായത് മൂപ്പുള്ള ഇറച്ചിയാണോ അങ്ങനെ നോക്കുന്നതിലും പിന്നെ വളർത്താൻ വാങ്ങുന്നവർക്കും ഒക്കെ ഏജ് മനസ്സിലാക്കാനാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ.